കാട്ടൂർ സുഭദ്ര കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. കഴിഞ്ഞ മാസം 7-നാണ് കൊലപാതകം നടന്നതായി സംശയിക്കുന്നത്. അന്ന് മാത്യൂസിന്റെ പരിചയക്കാരനെ കൊണ്ടുവന്നാണ് വീടിന്റെ കക്കൂസിനോട് ചേർന്ന് കുഴിയെടുത്തത്. വേസ്റ്റ് മൂടാനുണ്ടെന്നാണ് ഇയാളോട് പറഞ്ഞത്. ആ സമയത്ത് സുഭദ്ര വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് ഇയാളുടെ മൊഴി. അതായത് കുഴിയെടുത്ത ശേഷമാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തതനുസരിച്ച് കൊലപാതകം നടത്തിയത്. സുഭദ്രയുടെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഉടുപ്പിയിൽ വിറ്റതായും കണ്ടെത്തി. കൊലപാതകത്തിന് മുൻപ് സുഭദ്രയെ ശർമ്മളയും മാത്യൂസും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയത് കണ്ടുവെന്ന് സൈക്കിൾ വർക്ക്ഷോപ്പ് ഉടമ ജോയ് വെളിപ്പെടുത്തി. ഇങ്ങനെ കാൽവഴുതി വീണിട്ട് ആശുപത്രി കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് ഇവിടെ ഓട്ടോ തിരക്കി വരികയും ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുവരുന്ന വഴി ഞാനൊന്ന് കണ്ടു. പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. കഴിഞ്ഞ മാസമാണോ? കഴിഞ്ഞ മാസം. ശർമ്മളയെ മകൻ വിവാഹം ചെയ്ത ശേഷം ദിവസവും വീട്ടിൽ വഴക്കായിരുന്നുവെന്ന് മാത്യൂസിന്റെ കുടുംബം പറഞ്ഞു. ഇവരുടെ വിവാഹത്തിന് മുന്നിൽ നിന്നത് സുഭദ്രയായിരുന്നു. മദ്യപിച്ച് തല്ലുകൂടിയ ശർമ്മിള ഒരു ദിവസം മാത്യൂസിന്റെ കൈ വെട്ടിമുറിച്ചുവെന്നും അമ്മ ഗ്രേസി പറഞ്ഞു. ഞങ്ങൾ പറയണത് അവരെ പീഡിച്ച് തൂക്കുകയർ കൊടുക്കണമെന്നാണ് പെറ്റ് തള്ളേ. ഞാനൊരു ജന്മം കൊടുത്തെന്നുള്ള കുറ്റമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഈ മകനോട് തൂക്കി കൊല്ലണമെന്ന് തന്നെ പറഞ്ഞു. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നു. മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. പോസ്റ്റ്മോർട്ടത്തിലൂടെ കൃത്യം നടത്തിയതെങ്ങനെയെന്ന് കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.